നമ്മുടെ ജീവിതത്തിലെ നമ്മൾ ആരാണ്, നിങ്ങളാരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന പല വ്യക്തികൾ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങളാക്കിയ ആൾക്കാരെ, നിങ്ങളെ ഒരു ഐഡന്റിറ്റി കൊടുത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കർമ്മങ്ങൾ എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളെ പറ്റി നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ മഹാമനസ്സിയുടെ ഉടമസ്ഥന്മാർ, നിങ്ങളുടെ മാതാപിതാക്കന്മാരുടെ, സഹോദരി സഹോദരന്മാരുടെ, സുഹൃത്തുക്കളുടെ ബാല്യകാലത്തിൽ മുതൽ മരിക്കുമ്പോൾ ഒരുപാട് ആൾക്കാരെ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. അവരെ എപ്പോഴും മറക്കാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടറാകാനായിരുന്നു എൻ്റെ മാതാപിതാക്കന്മാരുടെ ആഗ്രഹം. എന്നാലും എൻ്റെ ഭാഗ്യത്തിൽ വേറെ കാര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു സിവിൽ സർവൻ്റ് ആക്കണം എന്നുള്ള ഒരു തീരുമാനം എൻ്റെ തീരുമാനം തന്നെയാണ്. ആ കാലഘട്ടത്തിൽ ഡോക്ടറും എഞ്ചിനീയറും ആകണമെന്ന് വളരെ ശക്തമായിട്ടുള്ള ഒരു ആഗ്രഹം, സ്വപ്നം എല്ലാ മാതാപിതാക്കന്മാർക്ക് ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സിവിൽ സർവീസ്, IAS, IPS എന്താണെന്ന് അറിവ് പോലെയില്ല. ഇതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. BA വരെ പഠിച്ചത് ഞാൻ എൻ്റെ ഗ്രാമത്തിൽ പശുക്കൾ മേയ്ക്കാനുള്ള ഒരു പണി കൂടി സൈമൾട്ടേനിയസ്ലി ചെയ്ത് BA ഞാൻ പാസ്സാക്കില്ല. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇംഗ്ലീഷ് മീഡിയം ഇല്ല ആ കാലഘട്ടത്തിൽ, ഹിന്ദിയിലെ മാത്രം. ഒരു പുഴയിൽ പോയി പശുക്കളെ അവിടെ മേയ്ക്കാൻ മുഴുവൻ ദിവസം അവിടെ തന്നെ മരങ്ങളുടെ ഈ ഷാഡോയിൽ ഇരുന്ന് അവിടെ തന്നെ ഹോംവർക്ക് ചെയ്യും, പഠിക്കും. ഇംഗ്ലീഷിൻ്റെ പല വാക്യങ്ങൾ, ശബ്ദങ്ങളൊന്ന് അവിടെ വായിച്ച് കുറച്ച് ഇതിനെക്കുറിച്ച് വിവരം നമുക്ക് ഞാൻ സമ്പാദിക്കുന്നതാണ്. ഡൽഹിയിൽ പോയപ്പോഴാണ് കുറച്ച് അവിടെ വേറെ ഒരു മാർഗമില്ലാതെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കേണ്ടത് പിന്നെ ഒരു കാര്യമാണ്. എൻ്റെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ചെയ്തതിനു ശേഷം സിവിൽ സർവീസ് എഴുതി കേരളത്തിലെത്തി. കൊല്ലം ജില്ലയിൽ എൻ്റെ ആദ്യത്തെ പോസ്റ്റിംഗായിരുന്നു. കൊല്ലം കണ്ടാൽ എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്നെ കൂടുതൽ സഹായിച്ചത് ഏറ്റവും ഒരു ബെസ്റ്റ് ആയിട്ടുള്ള IAS ഓഫീസർ ആണ് എൻ്റെ പരിശീലനം നൽകിയത്, SM വിജയൻ സാർ. അദ്ദേഹമാണ് എൻ്റെ ഈ വ്യക്തിത്വം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റും എൻ്റെ കേരിയർ ആയിട്ട് ഒരു മലയാളിയായിട്ട് അദ്ദേഹമാണ് എൻ്റെ മനസ്സിൽ മുഴുവൻ സാംസ്കാരികമായിട്ടുള്ള എല്ലാ ഈ ഗുണങ്ങളും, എല്ലാ ക്വാളിറ്റിയും, എല്ലാ ഇൻസ്പിറേഷൻ അദ്ദേഹമാണ് കൊടുത്തത്. SM വിജയൻ ഒരു വർഷം അവിടെ പരിശീലനം മലയാളം അവിടെ മനസ്സിലാക്കാനും സംസാരിക്കാനും തുടക്കത്തിൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് വ്യക്തികൾ സംഭവിക്കും. ആൾക്കാരെ നന്നായിട്ട് പരിരക്ഷിക്കും. ഞാൻ എന്തൊക്കെ വാക്യങ്ങൾ പറയുമ്പോൾ എന്തെങ്കിലും ഒരു മറ്റു രീതിയിലുള്ള വാക്യം, കാരണം ഇതിൻ്റെ ഉച്ചാരണം, പ്രൊനൗൺസിയേഷൻ ആയിരിക്കും. പക്ഷേ I never took it to my heart. വിജയൻ സാർ പറയുന്നത് പിന്നെ ഒന്ന് ശ്രമിച്ചാൽ മതി. ഇത് തുടക്കത്തിൽ ഉള്ള പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം ശരിയാണ്. അതിനുശേഷം മലപ്പുറം ജില്ലയിൽ പോയി 1991 ആ കാലഘട്ടത്തിൽ EKNLA സർക്കാരുടെ കാലഘട്ടമാണ്. അപ്പോൾ ഈ ലിറ്ററസി ക്യാമ്പയിൻ കേരളം 100% സാക്ഷരതായിരിക്കണം എന്നുള്ള വലിയ ഒരു മഹായജ്ഞം, നല്ല ഒരു ലിറ്ററസി ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പല പരിപാടികൾ സംഘടിപ്പിക്കാനോ സംസാരിക്കാനോ എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടി വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ചുകൂടി എനിക്ക് നല്ല ഒരു സുവർണ അവസരം അവിടെ മലയാളം പഠിക്കാനും വായിക്കാനും കിട്ടിയത്. മലപ്പുറം ജില്ലയ്ക്കാണ് ആദ്യത്തെ ഒരു ഫസ്റ്റ് റാങ്ക് കിട്ടിയത് ലിറ്ററസി ക്യാമ്പയിൻ അവിടെ. അപ്പോൾ ഇതൊരു നല്ലൊരു അവസരം കൂടിയായിരുന്നു. ഈ
പ്രവർത്തിക്കാനും സമയം എനിക്ക് കിട്ടി. അതിനുശേഷം വീണ്ടും ഞാൻ തിരുവനന്തപുരത്തേക്ക് വന്നു. അവിടെ പോസ്റ്റിംഗ് ആയി, ഡയറക്ടർ സിവിൽ സപ്ലൈസായി. അതിൻ്റെ ഒരുപാട് ചാലഞ്ചേഴ്സ് സിവിൽ സപ്ലൈ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉണ്ട്. കാരണം ഇറ്റ്സ് എ വെരി കറപ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ബേസിക്കലി. So because I come from a tribal family background, and we have never seen this kind of this corrupt practices which happens in a society. But it happens because corruption is a major evil in the system. So I had to confront with that. അപ്പോൾ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ എനിക്ക് കേരളത്തിലെ എന്നെ സ്പർശിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അതാണ് ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ ആശീർവാദം. കട്ടിംഗ് അക്രോസ് ദി പാർട്ടി ലൈൻസ്. ഏത് പാർട്ടിയുടെ ആൾക്കാരായാലും, സാംസ്കാരിക നായകന്മാരായാലും, സാമൂഹ്യ പ്രവർത്തകരായാലും, ഈ പത്രപ്രവർത്തകരായാലും നല്ല സപ്പോർട്ട്, നല്ല ഒരു സോളിഡാരിറ്റി എനിക്ക് കിട്ടിയത് അവിടെ. അതൊരു അഭിമാനിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഏത് മറ്റൊരു സംസ്ഥാനത്തിൽ പോയി അവിടെ ജോലി ചെയ്താണെങ്കിൽ, in case I was in other state, I would not have got this kind of support and inspiration and protection which I got in Kerala. അപ്പോൾ ഞാനൊരു ഭാഗ്യവാനായിട്ടാണ് എനിക്ക് കണക്കാക്കുന്നത്. അതാണ് കേരളീയരുടെ മഹാമനസ്സിൻ്റെ ഒരു എനിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത്. ഒരുപാട് ഗവൺമെന്റ് ജോലി ചെയ്യുമ്പോൾ ഒരുപാട് ചാലഞ്ചുകളും, യു വിൽ ഹാവ് ലോട്ട് ഓഫ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻസ് with the political leadership, with the ministers, with the chief minister, or whoever it is. But in all the parties, I am telling you from the bottom of my heart that cutting across the party, every party will nalle nedaganmar kudi undavu. Maybe some people may not like you, but some of the majority of the leaders in any of the political parties, they will stand by. Openly they will not say anything because of the party compulsions, because of the discipline, but from inside they will give you tremendous support. അപ്പോൾ ഭയത്തിൻ്റെ കാര്യമില്ല. കാരണം എനിക്ക് ഉള്ളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ട് കിട്ടിയതാണ്. അപ്പോൾ കേരളത്തിൻ്റെ ഈ പ്രത്യേകത മറ്റൊരു സംസ്ഥാനത്തിൽ കിട്ടില്ല. പർട്ടിക്കുലർലി ദ ലിറ്ററസി ലെവൽ, ദ ഹൈ ലെവൽ ഓഫ് അവയർനെസ്, ഈ സാക്ഷരായിട്ടുള്ള പ്രഗത്ഭനായിട്ടുള്ള നല്ല അവിടെ ആൾക്കാരെ ഉള്ളത് കൊണ്ട് ഏതൊരു ഉദ്യോഗസ്ഥൻ നന്നായിട്ട് ജോലി ചെയ്താൽ, ഒണേസ്റ്റ്ലി അവിടെ കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായിട്ടും കേരളത്തിന് സപ്പോർട്ട് കിട്ടും. തീർച്ചയായിട്ടും നല്ലൊരു പ്രോത്സാഹനം കൂടി കിട്ടും. അത് ഞാൻ IAS അക്കാഡമിയിലും ഇന്ന് പറയാറുണ്ട്. സിവിൽ സർവീസ് പുതിയ ഈ സർവീസിൽ കയറുന്ന ആൾക്കാരുണ്ട്. കാരണം കേരളത്തെ പറ്റി ഒരുപാട് മിസ്ലീഡിങ്സ്, ഒരുപാട് അപ്രിഹെൻഷൻസ്, ഒരുപാട് തെറ്റായിട്ടുള്ള ധാരണകൾ ആൾക്കാരെ പറയും. പക്ഷെ അത് തികച്ചും തെറ്റാണ്. കാരണം I was one of the most luckiest IAS officers who got Kerala. Earlier there were lot of apprehensions, but later on I realized that ഇത് സ്വർഗം പോലെയുള്ള ഒരു സംസ്ഥാനമാണ്. എൻ്റെ കുട്ടികളും ഇത് ആസ്വാദിച്ചിട്ടാണ്, എൻ്റെ കുടുംബം ഇത് നല്ലത് ആസ്വാദിച്ചു. And Kerala is the most ever destination for the entire country now, as far as tourists are concerned. ഇത്രയും സുന്ദരമായിട്ടുള്ള, ഇത്രയും ഒരു നല്ല മനസ്സുള്ള ആൾക്കാരെ ഏത് സംസ്ഥാനത്തിൽ കിട്ടും. അപ്പോൾ I am proud of my Kerala friends and my Kerala people who have given me the identity. ഇക്കാരാമീന പോലെ ആൾക്കാരെ ആയിരക്കണക്കിന് ആൾക്കാരെ ഉണ്ടാവും, IAS ഓഫീസർമാർ ഉണ്ടാവും. But it is because I was in the correct, right state. I was in a proper state. I was in the right place. That is why I got so much love and affection and this identity. My book, which is written by me and one co-author, we have never intended to defame anyone or nothing. It was just some references indirectly. Maybe some people may take it otherwise. Otherwise we had the idea that it was motivational pustakama. കുട്ടികൾ സിവിൽ സർവീസ് എടുക്കുന്ന ആൾക്കാർക്കും ഒരു മോട്ടിവേഷൻ പുസ്തകം. എങ്ങനെയും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ വരുമ്പോൾ അത് അതിജീവിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ദാറ്റ് ഈസ് യുവർ വിൽ പവർ. ആൻഡ് ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് യു. ദൈവം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാവും. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണ്ട. തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മൾ ഉള്ളിൽ നിന്ന്
hit by your actions, but majority of the people they like nalle or manushan item marila. Why we like certain people who are sitting in the dice? Because they have certain good qualities in them, human qualities. നല്ല മനുഷ്യന്മാരായിട്ട് അവർ ജീവിക്കുന്നു. അവരുടെ ആദർശങ്ങൾ, മൂല്യങ്ങൾ എല്ലാം ആൾക്കാരെ നോക്കി അവരുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ആദർശങ്ങൾ, മൂല്യങ്ങളാണ് നമ്മൾ അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നത്. That is why we need good people in the society. We need people who stand with you in the time of crisis. ധർമ്മത്തിൻ്റെയും ന്യായത്തിൻ്റെയും നീതിയുടെ ഒരു പക്ഷം പിടിക്കുന്ന ആൾക്കാരെ നമുക്ക് വേണം. As rightly mentioned, nowadays ഈ പുസ്തകങ്ങൾ എഴുതുന്ന ആൾക്കാരെ കൂടിപ്പോയി, വായിക്കുന്ന ആൾക്കാർ. നേരത്തെ ഇങ്ങനെയില്ല. നേരത്തെ പുസ്തകങ്ങൾ കിട്ടാറേ ഇല്ല. പക്ഷെ ഇപ്പോൾ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്, പക്ഷെ വായിക്കുന്ന ശീലം കുറഞ്ഞു. This is a trend which is, I think in India this is very dangerous. Western countries still they have a habit of reading the books, but in India it is declining because of the social impact of social media and the IT, and that is why the overall decline in the moral and ethical values. The younger generation is losing the direction completely. എത്രത്തോളം അവർക്ക് ഉപദേശം കൊടുത്താൽ നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞാൽ അവർക്ക് കേൾക്കാനേ തയ്യാറില്ല. Because in the ready to eat type things are available in the social media and your mobile. So നല്ല ഒരായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാറില്ല. I am telling you that till I completed my BA, രാമായണം 4 പ്രാവശ്യം വായിച്ചതാണ്. 4 പ്രാവശ്യം. എൻ്റെ മാതാപിതാക്കളുടെ പിതാവിന് ഈ രാമായണം എത്രത്തോളം ഈ വർഷകാലത്ത് ഞങ്ങൾ 4 മാസം കംപ്ലീറ്റ് വീട്ടിലെ ഉള്ളിൽ ഇരുന്ന് രാമായണം വായിച്ചു. രാമായണത്തിൽ പറഞ്ഞിട്ടുള്ള ആദർശങ്ങൾ, വിചാരങ്ങൾ, ഐഡിയാസ്, എങ്ങനെ ഫാമിലി സിസ്റ്റം ആയിരിക്കണം, നമ്മുടെ കർത്തവ്യങ്ങൾ എന്താണ്, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്താണ്, അതൊക്കെ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ മെസ്സേജ് ഓഫ് രാമായണം. ഹൗ ടു ലീവ് യുവർ ഫാമിലി ലൈഫ്, what is your duty towards your brothers, sisters, your wife, what is the duty of a son towards his father. All these good things are given. Now we are just completely forgetting it. That is why social disintegration and the discontentment and the problems and the strife and lot of problems in the families are happening, and people, despite physical and other comforts, material prosperity, the mental, physical, psychological, intellectual, spiritual prosperity is not there. Unless until you are happy, the happiness comes from the family, and family itself, a happy family, then it will make a happy society. And we are looking for such people as to how they are living their life, and we are learning from them. Well, I will not give long speech because I was told that 10 to 15 minutes you are allocated. I will express my sincere thanks to Suresh Kumarji and all the organizers. I was down with viral fever last week, but with the grace of God, I recovered and I am able to come here. എനിക്ക് ഇവിടെ വരാൻ സാധിക്കുന്നില്ല. സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി ഞാൻ ശ്രദ്ധാർത്ഥരെ ശ്രീ സുരേഷ് കുമാറിനും എല്ലാവരും എൻ്റെ കൃതജ്ഞമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ